ബ്രദറെ, നമ്മുടെ ഈ താഴ്ച സാഹചര്യങ്ങൾ, അതായത് ദാരിദ്ര്യാവസ്ഥ, എന്ത് ചെയ്താലും നമ്മൾ ഉയരാത്ത അവസ്ഥ, ജോലിയിലോ അല്ലെങ്കിൽ രോഗത്തിന്റെ അവസ്ഥ, പല മേഖലകളും നമ്മൾ വരുമ്പോഴും നമ്മൾ എല്ലാം ഈ ബന്ധനം ഉള്ളത് കൊണ്ടാണോ നമ്മളിങ്ങനെ ഈ ഉയരാതെയും ഈ ശമ്പള വർധന ഇല്ലാതെയും കടബാധ്യതയിൽ നിൽക്കുന്നതും രോഗത്തിന്റെ അവസ്ഥയുള്ളവർ എല്ലാവരും ഈ ബന്ധനങ്ങൾ മുഖേനയാണോ ഇങ്ങനെയാകുന്നത്? അല്ല, മൂന്ന് തരത്തിലാണ് തകർച്ചകളുള്ളത്. ഇപ്പൊ നമ്മുടെ എല്ലാ കഷ്ടതകൾക്കും എല്ലാ കുറവുകൾക്കെല്ലാം പിശാചാണ് എന്ന് പറയുമ്പോൾ പിശാചിനെ തന്നെ തോന്നുന്നു വെറുതെ ഇരുന്നാലും ശരി എൻ്റെ കൊണ്ടയിലോട്ട് എല്ലാം കൂടെ ഇങ്ങനെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം മൂന്ന് തരത്തിലാണ് കഷ്ടത വരുന്നത്. ഒന്ന്, വിവേകമില്ലായ്മ മൂലം സ്വയമേ ബുദ്ധിഹീനത കാണിച്ചു കഴിഞ്ഞാൽ ഒരുവന് വേണമെങ്കിൽ കഷ്ടതയിലോ പ്രയാസത്തിലോ അവൻ വേണമെങ്കിൽ ആകാൻ പറ്റും. പിടികിട്ടിയോ? മനസ്സിലായോ? അവനൊരു വിവരമില്ല, ബോധമില്ല, കാണിക്കുന്ന മൊത്തം മണ്ടത്തരോ. അവൻ കഷ്ടതയിൽ ചെന്ന് അതിന് പിശാചിൻ്റെ ആവശ്യമില്ല, ഇവൻ തന്നെ മതി. രണ്ടാമത് പാപം നിമിത്തമാണ്. പാപത്തിൽ തന്നെ 3 സെക്ഷനുണ്ട്. ഒന്ന്, ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപം. അതിന് ക്ഷമ വളരെ കിട്ടത്തില്ലെന്നല്ല, വളരെ ചുരുക്കമേ കിട്ടത്തുള്ളത്. രണ്ടാമത്തത് മനുഷ്യർക്കെതിരെ ചെയ്യുന്ന പാപം, മറ്റൊരു മനുഷ്യനെതിരെ ചെയ്യുന്ന പാപം. അത് ദൈവം നിശ്ചയിക്കുന്നത് പാപമാണോ പാപമല്ലേ. നമ്മൾ പറയും എൻ്റെ ഭാഗം വെച്ച് നോക്കി അത് നീതിയാണ്, ഞാൻ അവനെ ഉപദ്രവിച്ചത് കറക്റ്റാണ് എന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് നമ്മൾ നന്മയാണെന്ന് പറഞ്ഞ് കരുതി ചെയ്തതെല്ലാം തിന്മയായിരുന്നു എന്ന് പിന്നീടാണ് അറിയുന്നത്. അതാ മനുഷ്യനെതിരെ ചെയ്യുന്ന പാപം. മൂന്നാമത്തെ പാപം എന്ന് പറയുന്നത് സ്വയത്തിനെതിരെ ചെയ്യുന്ന പാപം. നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തിനെതിരെ ചെയ്യുന്ന പാപം. നമ്മുടെ ശരീരത്തെ കൊല്ലാൻ നോക്കുക, നമ്മുടെ ശരീരത്തെ സൂയിസൈഡിന് വേണ്ടി നമ്മൾ കൊണ്ടു കൊടുക്കുക, നമ്മൾ തന്നെ. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ കൊല്ലുകയാണ്. പിന്നെ നമ്മുടെ ശരീരത്തെ മോശമായ കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുക. ഇപ്പോൾ കഞ്ചാവ്, മദ്യം, പിന്നെ സെക്ഷൽ സംബന്ധമായ കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ സ്വയത്തിനെതിരെ ചെയ്യുന്ന പാവങ്ങൾ. ഇങ്ങനെ 3 തരം പാവങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ പാവങ്ങളാണ്? ഒന്ന്, ദൈവത്തിനെതിരെ ചെയ്യുന്നത്. അതിൽ തന്നെ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാവത്തിന് ക്ഷമയില്ല. ദൈവത്തിനെതിരെ ചെയ്യുന്ന പാവങ്ങൾ. രണ്ടാമത്തേതാണ് അപരനെതിരെ, മറ്റൊരാൾക്കെതിരെ ചെയ്യുന്ന പാവങ്ങളാണ്. മൂന്നാമത്തേതാണ് സ്വയത്തിനെതിരെ ചെയ്യുന്ന. ഈ 3 പാവങ്ങളുണ്ട്. ഈ 3 പാവത്തിൽ മനുഷ്യൻ തകർന്നു പോകാവുന്ന കാര്യമുണ്ട്. ഈ 3 പാവത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ശാപം. ഈ അപരനെതിരെ ചെയ്യുന്ന പാപത്തിൽ നിന്നാണ് ശാപം ഉണ്ടാകുന്നത്. അപ്പോൾ ശാപത്തിൽ സ്പിരിറ്റ് ഉണ്ട്, പാപത്തിൽ സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ കാരണഭൂതം എന്ന് പറയുന്നത് ആരാണ്? പാപമാണ്. ഈ 3 പാപമാണ്. അതിൽ തകരാറുണ്ട്. സ്വയമേ ചെയ്യുന്ന പാപത്തിന് അവൻ്റെ ബുദ്ധിമോശം നിമിത്തം അവൻ്റെ കുടുംബം ഒരു വശം നഷ്ടപ്പെടാം. ഒരു മലയാളിയുണ്ട് ഈ ന്യൂസിലൻഡിൽ, അറിയാമെന്ന് അറിയത്തില്ല, ഇവിടെ ടോപ്പയിലാണ്. അവരുടെ ഫാമിലി ഇപ്പോഴും ഇവിടെ ഉണ്ട്, ടോപ്പയിൽ. അപ്പം ഞാനവിടെ ആ ഷോർ ഒരു ഗ്രോസറി ഒക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണ്. അയാൾ ഇവിടെ വന്നിട്ട് ഭയങ്കര വിജയമായിരുന്നു. ഗ്രോസറിയൊക്കെ ഇട്ട് ഭയങ്കര വിജയമായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ മദ്യപാനിയായി തീർന്നു. മദ്യം കഴിച്ച് പിന്നെ ഒന്നും വേണ്ട, ഭയങ്കര മദ്യം. ആ മദ്യത്തിൽ കേസായി, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഡിവോഴ്സ് കേസായി. അവസാനം പുള്ളി കേസായി. പുള്ളി ജയിലിലൊക്കെ ആയി. അവസാനം ഒന്നുമില്ലാതായി തീർന്നു, മരണപ്പെട്ടു പോയി. ഇന്ന് അയാളില്ല. അപ്പോൾ അയാൾ നല്ല ബിസിനസ്സിൽ ഉയർന്നു വന്ന ഒരാളാണ്. അയാളുടെ മദ്യപാനവും അയാളുടെ വിവരദോഷവുമാണ് അയാളുടെ ജീവിതം താർത്തത്. ഈ ടോപ്പയിൽ, ന്യൂസിലാൻഡ് ടോപ്പയിലുള്ള ഒരാളുടെ കാര്യമാണ്. അപ്പം പറഞ്ഞു മനസ്സിലായോ? അത് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ 3 തരത്തിലാണ് ഒരു മനുഷ്യൻ നശിക്കുന്നത്. യേശുക്രിസ്തു ഇങ്ങനെ ശിഷ്യന്മാർക്ക് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഈ തലമുറയുടെ കൂടെ ഞാൻ എത്ര നാൾ നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ ഈ തലമുറ. അപ്പോൾ അവരുടെ കൂടെ കർത്താവിന് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം തകരുന്നവരുണ്ട്. വിശ്വാസം ഇല്ലായ്മ മൂലം, വഴിപിഴച്ച ജീവിതം മൂലം തകരുന്നവരുണ്ട്. എമ്മാവൂസിലേക്ക് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്, ക്രൂശുമരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റതൊക്കെ അറിഞ്ഞിട്ട് എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ പ്രധാന വിഷയമാണ്, ബുദ്ധിഹീനരെ മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നുണ്ട്. 2 വിളിക്കുന്നുണ്ട്. ബുദ്ധിഹീനരെ എന്നും വിളിക്കുന്നുണ്ട്,
മന്ദബുദ്ധികളെ എന്ന് വിളിക്കുന്നുണ്ട്. ഏതാണ്? വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. ഈ പഴയ നിയമത്തിൽ യേശുക്രിസ്തു മരിക്കുമെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്നും എല്ലാ പ്രവാചകന്മാരും പ്രവചിച്ചു, സങ്കീർത്തനത്തിലുമുണ്ട്. അതുപോലും ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് കാരണം കൊണ്ടാണ് യേശു ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അപ്പൊ അവര് ക്രിസ്തുവിൽ നിന്നകന്ന് അല്ലെങ്കിൽ സഭയിൽ നിന്നകന്ന് എമ്മാവുസിലേക്ക് തിരിച്ചു പോകാൻ കാരണം പിശാചല്ല, മറിച്ച് എന്താണ്? ഇവരുടെ ബുദ്ധിഹീനതയാണ്, ഇവരുടെ മന്ദബുദ്ധി കാരണമാണ്. ഇത് ഞാൻ പിശാചിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, മറിച്ച് എന്തോ എന്നറിയോ, ഇവരുടെ ഈ ബുദ്ധിഹീനതയും ഇവരുടെ ഈ മന്ദബുദ്ധിയും കാരണം ഇവർ വേണമെങ്കിൽ പിശാചിന്റെ അടുക്കിലേക്ക് വീണ്ടും ഇവർക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇവരെ കൂടുതൽ താർക്കാനായിട്ട് പിശാചിന് സാധിക്കും. ഇപ്പം 3 തലങ്ങളിലൂടെ, ഒന്ന് നമ്മുടെ ബുദ്ധിഹീനതയും മന്ദബുദ്ധിത്തരവും കാരണം നമ്മൾ തകരുന്നുണ്ട്. മറ്റേതല്ല, പിശാച് വന്നിട്ട് നമ്മളെ തകർക്കണമെങ്കിൽ നമ്മൾ പിശാചിനെ ആരാധിക്കുന്ന തരത്തിലോ ദൈവം വിലക്കിയിരിക്കുന്ന തരത്തിലോ അന്യാരാധന സംബന്ധമായോ അന്യാരാധന പോലത്തുള്ള നേർച്ച കാഴ്ചകൾ ഇവ ചെയ്യാതെ സാത്താൻ വന്നിട്ട് പൊസഷൻ ബോണ്ടേജ് നടത്തത്തില്ല. എന്നുവെച്ചാൽ ഫുൾ സാത്താൻ്റെ കൺട്രോളിൽ നമ്മളെ കൊണ്ടുപോകാൻ അവന് പറ്റത്തില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം കർത്താവിൻ്റെ ഒരു ആത്മാവിൻ്റെ കരുണ ഉണ്ടാവും. പക്ഷെ ഇവൻ പൊസഷൻ ബോണ്ടേജിലാകുന്നത് ഈ സാത്താനെ വർഷിപ്പ് ചെയ്യാൻ ഇവൻ പോകുമ്പോഴാണ്. സാത്താനെ വർഷിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്, ഒന്ന് നമ്മളെല്ലാം വിചാരിക്കും സാത്താൻ ആരാധനാലയത്തിൽ കയറണമെന്നു. ഇല്ല, നല്ല ഉഗ്രൻ ആഭിചാര കർമ്മത്തിനോ മന്ത്രവാദ കർമ്മത്തിനോ, അതാണെങ്കിൽ ഈ കോഴിവെട്ട് നേർച്ചകൾ, ഇതെല്ലാം ചെയ്താലും അന്ധകാരത്തിന്റെ സാന്നിധ്യം അവരിൽ ഉണ്ടാവും. നമ്മുടെ അത് ക്രിസ്ത്യൻ പള്ളിയിൽ ചെയ്താലും ഉണ്ടാവും. കോഴിവെട്ടും കള്ളും ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇതിന്റെ എടുത്തു കഴിഞ്ഞാൽ മൊളാക്ക ദേവനിലാണ് ചെന്നെത്തുന്നത്. മൊളാക്ക ദേവനിലാണ് ചെന്നെത്തുന്നത്. ഇതിന്റെ ബേസിക്ക് ചെന്നെത്തുന്നത് കോഴിവെട്ടും കള്ളിൻ്റെ. അങ്ങനെ നമ്മൾ ഓരോ നേർച്ചകൾ പഠിക്കുമ്പോഴും ഈ പൈശാചികത്തിന്റെ ബേസ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് ഈ പിശാചിന്റെ കരവലയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. അല്ലെങ്കിൽ അവരിത് വെറുത്തുപേക്ഷിക്കണം. അപ്പോൾ നമ്മൾ ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ചെയ്തോ അല്ലെങ്കിൽ അതുപോലത്തുള്ള നേർച്ച കാഴ്ചകളോ ചെയ്താലേ ഈ സ്പിരിറ്റിന്റെ സാന്നിധ്യം പൊസഷൻ ബോണ്ടേജ് ആയിട്ട് വരുത്തുള്ളൂ. അപ്പോൾ ഈ സ്പിരിറ്റിന്റെ സാന്നിധ്യം നമ്മളിൽ വരികയാണെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ ഇവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സ്പിരിറ്റ് ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവൻ തലച്ചോറിനെ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. സ്പിരിറ്റ് വന്നാൽ ഇപ്പൊ ദുരാത്മാവാണെങ്കിൽ ദുരാത്മാവ് ചെയ്യുന്നത് മനുഷ്യന്റെ തലച്ചോറിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ദുരാത്മാക്കളിൽ തന്നെ പലതുണ്ട്. ശരീരത്തെ കൺട്രോൾ ചെയ്യും, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ കൺട്രോൾ ചെയ്യും, അങ്ങനെ ഓരോ ഇതുണ്ട്. പക്ഷെ ഇവൻ കൂടുതലും കൺട്രോൾ ചെയ്യുന്ന തലച്ചോറാണ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരാൾ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ പുറകിൽ നിന്ന് അയാളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ തലച്ചോറിന് മനസ്സിലാവും നിങ്ങൾ നോക്കുന്നുണ്ടെന്ന്. പെട്ടെന്ന് അയാൾ നിങ്ങളെ തിരിഞ്ഞു നോക്കും. കാരണം അയാൾക്ക് ട്യൂൺ ചെയ്തു. നിങ്ങൾ അയാളെ ട്യൂൺ ചെയ്യുന്നത് അറിഞ്ഞു, അയാളുടെ തലച്ചോറ് നിങ്ങളെ ട്യൂൺ ചെയ്തു. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് നോക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് വേറെ ആൾ ഇവിടെ നിന്നുകൊണ്ട് മറ്റൊരാളുടെ തലച്ചോറ് അത് ക്യാൻവാസ് ചെയ്യുന്നുണ്ടോ, അതിനെ ആ ട്യൂണിങ് തിരിച്ചറിയുന്നുണ്ടോ? അതേപോലെ തന്നെ ഇയാൾ ക്യാൻവാസ് ചെയ്യുന്നത് അവർ ട്യൂൺ ചെയ്ത് അത് മനസ്സിലാക്കുന്നുവെങ്കിൽ സ്പിരിറ്റിന് ഒരാളെ ട്യൂൺ ചെയ്യാൻ പറ്റും, തലച്ചോറ് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും, സിമ്പിളായിട്ട് പറ്റും. അങ്ങനെ സ്പിരിറ്റിന് വേണമെങ്കിൽ ഈ തലച്ചോറ് ട്യൂൺ ചെയ്തിട്ട് മദ്യപാനം നിർത്തിയ ഒരാളെ മദ്യം കഴിക്കടാ എന്ന് പറഞ്ഞ് ബാറിലോട്ട് കൊണ്ടുപോകും. എന്താ സ്റ്റോപ്പ് ചെയ്തോ ആ സ്റ്റോപ്പ് ചെയ്ത സ്ഥാനത്തിലേക്ക് നിർബന്ധമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കാരണം. അപ്പോൾ ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, സ്പിരിറ്റിന്റെ അറ്റാക്ക് ഉണ്ട്. ഈവിൾ സ്പിരിറ്റ് നമ്മളെ ബാറ്റിൽ ചെയ്ത് നമ്മളെ തോൽപ്പിച്ച് പൊസിഷൻ ബോണ്ടേജാക്കി നമ്മളെ കൊണ്ടു കിടക്കും. പാപത്തിൽ നിന്ന് സ്പിരിറ്റ് രൂപപ്പെടും, ശാപത്തിൽ നിന്ന് സ്പിരിറ്റ് രൂപപ്പെടും. സ്വയമേ ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് സ്വയമേ ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, ആ പാപത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനായിട്ട് സ്പിരിറ്റ് രൂപപ്പെടാം. ഇതെല്ലാം ബുദ്ധിമോശവും വിശ്വാസത്തിനെതിരെയുള്ള മന്ദബുദ്ധിത്തരവും ബുദ്ധിമോശവും കൊണ്ട് നമ്മൾ തകർച്ചയിൽ അകപ്പെട്ട് പോകുന്ന അവസ്ഥകളും ഉണ്ട്. ഇതെല്ലാം പലതും പല വെർഷനിലൂടെ നമ്മൾ നോക്കിയാലേ അത് മനസ്സിലാവും.